A company issued 10,000 equity shares of rupees 10, each at a premium of rupees 3 per share, payable as follows. On application, rupees 4 per share. On allotment, rupees 5 per share including premium. On first and final call, rupees 4 per share. കമ്പനി 10,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്. 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ, 3 രൂപ പ്രീമിയത്തിൽ. 10+3 13, 13 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്ലിക്കേഷന് 4 രൂപ, അലോട്ട്മെൻറ്റ് 5 രൂപയാണ് ഇൻക്ലൂഡിങ് ദ പ്രീമിയം, 3 രൂപയാണ് പ്രീമിയം. സോ 2+3 5, അതാണ് അലോട്ട്മെൻറ്റ്. ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, ഫസ്റ്റ് കോൾ എത്രയാണ്? 4 രൂപയാണ്. Subscriptions were received for 13,000 shares. The excess money was refunded and the allotment money was received in full. 13,000 ഷെയർസിനുള്ള അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു? കമ്പനിക്ക് കിട്ടി. ശരിക്കും അവർ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ? 10,000. 10,000 ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ബട്ട് 13,000 ഷെയർസിനുള്ള അപ്ലിക്കേഷൻ മണി അവർക്ക് കിട്ടി. അപ്പോൾ എക്സസ് ആയിട്ടുള്ള 3,000 ഷെയറിൻ്റെ അപ്ലിക്കേഷൻ മണി അവർ റീഫണ്ട് ചെയ്തു. The first and final call was made in due course and the amount due was received with the exception of 100 shares. These shares were forfeited and subsequently reissued as fully paid for a consideration of rupees 8 per share. അതായത് 100 ഷെയറിന് അവർക്ക് എന്ത് ചെയ്തില്ല? കോൾ മണി കിട്ടിയില്ല. സോ ആ ഒരു 100 ഷെയർസ് അവർ ഫോർഫീറ്റ് ചെയ്തു. എന്നിട്ട് 8 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തത്. ഫേസ് വാല്യൂ എത്രയാണ്? 10 രൂപയുടെ ഷെയർ 8 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തു. അപ്പോൾ അവിടെ 2 രൂപ ഡിസ്കൗണ്ട് ആണ്. സോ ഇഷ്യൂ, അതുപോലെ തന്നെ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. എത്ര ഷെയർസിന് കിട്ടി? 13,000 ഷെയർസിന് കിട്ടിയിട്ടുണ്ട്. 13,000 ഇൻറ്റു 4 52,000, 52,000. നെക്സ്റ്റ്, അത് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ എന്തിനാണ് ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്? എക്സസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു? റീഫണ്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എത്രയാണ്? 13,000 ഷെയറിന് 4 രൂപ വെച്ചിട്ട് 52,000, 52,000. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ശരിക്കും എത്ര ഷെയർസേ ഉള്ളൂ? 10,000 ഷെയർസ് ഉള്ളൂ. 10,000 ഇൻറ്റു 4 40,000. ടു ബാങ്ക് അക്കൗണ്ട് 3,000 ഷെയർസ് എന്താണ്? എക്സസ് ആണ് അല്ലേ? എക്സസ് ആയിട്ടുള്ള ഷെയർസിന് അപ്ലിക്കേഷൻ മണി കിട്ടിയത് നമ്മൾ റീഫണ്ട് ചെയ്യാണ്. 3,000 ഇൻറ്റു 4 12,000. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 40,000 അങ്ങനെ എഴുതാം. പിന്നെ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 12,000 അങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതുപോലെ കമ്പൈൻ ചെയ്തിട്ട് കോൺട്രാ എൻട്രി ആയിട്ടും എഴുതാം. ഇനി അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുമ്പോഴുള്ള ജേർണൽ എൻട്രി. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അതായത് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ എന്തുണ്ട്? പ്രീമിയം ഉണ്ട്. അലോട്ട്മെൻറ്റ് എത്ര രൂപയാണ്? 5 രൂപയാണ്. 10,000 ഇൻറ്റു 5 50,000. അതാണ് ഷെയർ അലോട്ട്മെൻറ്റ്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ശരിക്കും എത്ര രൂപയാണ് അലോട്ട്മെൻറ്റ്? 3 രൂപ പ്രീമിയം ആണ്, 2 രൂപയാണ് ശരിക്കുള്ള വാല്യൂ. അപ്പോൾ 2+3 5 ആണ് അലോട്ട്മെൻറ്റ്. അപ്പോൾ 2 രൂപയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ എഴുതുക. 10,000 ഇൻറ്റു 2 20,000. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, പ്രീമിയം ഉള്ളതുകൊണ്ട് എന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എത്ര രൂപയാണ് പ്രീമിയം? 3 രൂപ. 10,000 ഇൻറ്റു 3 30,000. ഇനി അലോട്ട്മെൻറ്റ് കിട്ടുമ്പോഴുള്ള ജേർണൽ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഫുൾ അലോട്ട്മെൻറ്റ് കിട്ടുന്നുണ്ട് അല്ലേ? 10,000 ഇൻറ്റു 5 50,000. നെക്സ്റ്റ്, ഷെയർ ഫസ്റ്റ് കോള് ഡ്യൂ ആവുമ്പോഴുള്ള എൻട്രി. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് കോൾ എത്ര രൂപയാണ്? 4 രൂപയാണ്. 10,000 ഇൻറ്റു 4 40,000. ഇനി ഫസ്റ്റ് കോള് കിട്ടുമ്പോഴുള്ള ജേർണൽ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഫസ്റ്റ് കോൾ എന്താണ്? എല്ലാ ഷെയറിനും കിട്ടുന്നുണ്ടോ? ഇല്ല. 100 ഷെയറുള്ള ഒരാൾ എന്ത് ചെയ്തിട്ടില്ല? ഫസ്റ്റ് കോള് പേ ചെയ്തിട്ടില്ല. സോ ബാങ്ക് അക്കൗണ്ട് എത്ര വരിക?
40,000 ആണ് ശരിക്കും ഫസ്റ്റ് കോൾ കിട്ടാനുള്ളത്. അതിൽ നിന്നും 100 ഷെയർ ഉള്ള ഒരാൾ 4 രൂപ വെച്ച് ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല. 40,000 മൈനസ് 100 ഇൻറ്റു 4, 40,000 400 കുറച്ച് കഴിഞ്ഞാൽ 39,600. അതാണ് നമുക്ക് ഫസ്റ്റ് കോളായിട്ട് കിട്ടിയത്. ഇനി ഈ 100 ഷെയർസ് എന്ത് ചെയ്തു? ഫോർഫീറ്റ് ചെയ്തു. സോ നമുക്ക് ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രിയാണ് നെക്സ്റ്റ് എഴുതുന്നത്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ ശരിക്കും അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. 100 ഷെയറിന് 10 രൂപ. 100 ഇൻറ്റു 10,000. ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. കിട്ടാത്ത സാധനത്തിനാണ് ക്രെഡിറ്റ് ചെയ്യുക. ഫസ്റ്റ് കോൾ കിട്ടിയിട്ടില്ല. 100 ഷെയറിന് എത്ര രൂപ വെച്ച് കിട്ടിയിട്ടില്ല? 4 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടില്ല. 100 ഇൻറ്റു 4, 400. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഇത്രയും കാലം ഈ 100 ഷെയറിന് എത്ര രൂപ കിട്ടി? ഇത്രയും കാലം അപ്ലിക്കേഷൻ മണി ആയിട്ടുള്ള 4 രൂപ കിട്ടി. അലോട്ട്മെൻറ്റ് മണി 5 ആണ്. എക്സ്ക്ലൂഡിങ് ദ പ്രീമിയം 3 രൂപ പ്രീമിയം ഒഴികെ ബാക്കി 2 രൂപ കിട്ടി. സോ 4 + 2, 6. 6 രൂപ ഷെയറിന് ഇത്രയും കാലം കിട്ടിയിട്ടുണ്ട്. 100 ഇൻറ്റു 6, 600. അതാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എഴുതുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ ഷെയർസ് റീഇഷ്യൂ ചെയ്തു. എത്ര രൂപയ്ക്ക്? 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 8 രൂപയ്ക്ക്, അതായത് 2 രൂപ ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്തു. അപ്പോൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി: ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എത്ര രൂപയാണ് കിട്ടിയേ? 8 രൂപയ്ക്കാണല്ലേ റീഇഷ്യൂ ചെയ്ത്. 100 ഇൻറ്റു 8, 800. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ എന്തിനാണ് ഷെയർ ഫോർഫീറ്റഡിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ലോസ് ആണ്. ആ ഡിസ്കൗണ്ട് കാണിക്കാൻ 10 രൂപയുടെ ഷെയർ 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ 2 രൂപ ഡിസ്കൗണ്ട്. 100 ഇൻറ്റു 2, 200. അതാണ് ഷെയർ ഫോർഫീറ്റഡ്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ശരിക്കും എത്ര ഫേസ് വാല്യൂ? 10 രൂപ. 100 ഇൻറ്റു 10,000. ഇനി നെക്സ്റ്റ്, റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഫോർഫീറ്റഡിലെ ബാലൻസ് നമ്മൾ എന്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ശരിക്കും ഷെയർ ഫോർഫീറ്റഡിൽ എത്ര രൂപയാണ് അവിടെ ബാലൻസ് ഉള്ളത്? 600 രൂപയാണ് അല്ലേ? ആ 100 ഷെയറിന് ഇത്രയും കാലം എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു? അപ്ലിക്കേഷൻ മണി ആയിട്ടുള്ള 4 രൂപയും അലോട്ട്മെൻ്റ് ആയിട്ടുള്ള എക്സ്ക്ലൂഡിങ് പ്രീമിയം ഒഴികെ 2 രൂപ. അപ്പോൾ 4 + 2, 6. സോ 100 ഷെയറിന് 6 രൂപ വെച്ചാൽ 600 രൂപ എന്തുണ്ട്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ ക്രെഡിറ്റിലുണ്ട്. പക്ഷെ നമ്മൾ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തത് എത്ര രൂപയ്ക്കാണ്? 2 രൂപ ഡിസ്കൗണ്ടിൽ അല്ലേ? അപ്പോൾ അവിടെ ഒരു ഷെയർ ഫോർഫീറ്റഡ് ഡെബിറ്റ് വന്നു അല്ലേ? എന്ത്? 200 രൂപ ഡെബിറ്റ് വന്നു. സോ 600 മൈനസ് 200, 400. അതാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് 400.